ഉടനെ ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു. അപ്പോൾ ഞാൻ കരുതിയത് ഹോസ്റ്റൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതാണ്. നമ്മൾ കുഴപ്പമില്ല സാറേ, നോർമൽ. അതല്ല, ഭർത്താവില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നിങ്ങനെ എന്നോട് മുഖത്തടിച്ച് ചോദിച്ച കാര്യമാണ്. അപ്പോൾ അതെനിക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി. ഞാൻ ഒന്നും മിണ്ടില്ല. ആ സമയത്ത് ഞാൻ ഒന്നും മിണ്ടാതെ തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ സിബിയണ്ണൻ, ഒലിവിയയിലെ സിബിയണ്ണൻ, സിബിയണ്ണന്റെ നല്ല ഒന്നാം തരം കളി. ക്യാമറ ഇല്ലാതെ ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിൽ ഇപ്പോഴല്ല, കുറച്ച് വർഷം മുന്നേ ഉള്ള കേസാണ്. അണ്ണ ഇരിക്കുന്ന സ്ഥലത്ത് അണ്ണൻ ക്യാമറ വയ്ക്കില്ല. അവിടെയാണ് ഈ പെമ്പിള്ളാരെ വിളിച്ചു വരുത്തിയിട്ട് ഇവന്റെ ഈ പെരുമാറ്റവും ഇവന്റെ ഈ ലീലാവിലാസങ്ങളും ഈ തേക്കൂത്തുകളും ഒക്കെ കാണിക്കുന്നത്. എന്തായാലും അണ്ണ തെറ്റി. അണ്ണ ഇനി ഇവിടെ എന്തൊക്കെ കാണിച്ചാലും അണ്ണന്റെ ഒരു കളി നടക്കാൻ പോകുന്നില്ല. പെമ്പിള്ളാരെല്ലാം മുന്നോട്ടാണ്. നല്ല ധൈര്യപൂർവ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ധൈര്യത്തോടാണ്. നിങ്ങൾ കാണിച്ചു കൂട്ടിയ നാറിത്തനങ്ങൾക്കെല്ലാം പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരും കുറച്ചു കാലം മുന്നേയൊക്കെ വന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഗതികേട് കൊണ്ട് ജോലി ചെയ്തവരുണ്ട്. നിങ്ങൾ അവരെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? എന്തായാലും അവരിപ്പോ ധൈര്യപൂർവ്വം വന്നിട്ടുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പെൺകുട്ടികൾക്കും ഇതുപോലത്തെ ഒരു ഓഞ്ഞ സ്ഥാപനത്തിൽ നിന്നും ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. നിങ്ങളെ എട്ടപ്പാട് തീർക്കാനായിട്ടാണ് പിള്ളേരങ്ങ് ഇറങ്ങിയിട്ടുള്ളത്. തെളിവല്ലേ നിങ്ങൾക്ക്? ഞാൻ തെളിവ്. നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ അതുൽ വ്ളോഗ്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഒരു പോർഷനാണിത്. നമ്മുടെ അടൂരുള്ള സ്ഥാപനം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആ സ്ഥാപനത്തിൻ്റെ ഓണർ അദ്ദേഹം ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് അതുൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഒരു പോർഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുലിനോടാണ് എൻ്റെ ചോദ്യം. ഈ ഒരു പ്രശ്നം അതുൽ എങ്ങനെ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അതാണ് എൻ്റെ ചോദ്യം. കാരണം വേറെ ഒന്നല്ല, ഇന്നലെ അതുലിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് അതുൽ പറയുകയുണ്ടായി, കുട്ടികൾക്ക് പണവും കിട്ടാനുള്ള പണവും അതേപോലെ തന്നെ മൊബൈൽ ഫോണും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം അവിടെ സോൾവ് ആകുമെന്ന് അതുൽ പറയുകയുണ്ടായി. പക്ഷെ അവിടെ ഇത്തരത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല. അതുലിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അതുലിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുൽ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ? ഞാൻ അതുലിൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്ന ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇന്നലെ അതുൽ ചെയ്ത വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു വിഷയത്തിൽ അതുലിൻ്റെ നിലപാടുകളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിപ്പോൾ അതിൽ ഏത് തരത്തിൽ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാണ്, അതുലിൻ്റെ തീരുമാനത്തിൽ അല്ലെങ്കിൽ നിലപാടുകളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആ ഒരു പണവും അതേപോലെ തന്നെ മൊബൈൽ ഫോൺ മാത്രമല്ല വിഷയം. പണവും മൊബൈൽ ഫോൺ മാത്രമല്ല വിഷയം. അവിടെ നടന്നിട്ടുള്ള നിരവധി നിയമലംഘനങ്ങൾ അതുൽ തന്നെ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളും ഈ ഒരു വിഷയത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ അതുൽ പറയുകയുണ്ടായി, മറ്റേ കമ്മീഷൻ സ്ലിപ്പ് പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ടായി. അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒരു കമ്മീഷൻ സ്ലിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പെയിൻ സ്ലിപ്പിൻ്റെയൊക്കെ അടിയിൽ, സാലറി സ്ലിപ്പിൻ്റെയൊക്കെ അടിയിൽ ഇത്തരത്തിൽ ഞാൻ ഇന്ന സമയത്ത് പിരിഞ്ഞു പോകുമ്പോൾ നോട്ടീസ് പീരീഡ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തരേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ ഏതെങ്കിലും ഒരു കമ്മീഷൻ സ്ലിപ്പിൻ്റെ താഴെ ആരെങ്കിലും എഴുതി ചേർക്കുമോ? അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇതൊന്നും നിയമപരമായിട്ട് നടക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ലേബർ വഴിയും നിയമം വഴിയും ഇത് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അടുത്ത ആഴ്ച ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്കും അതൊരു ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ യൂട്യൂബർമാരെയും പല ഇൻഫ്ലുവൻസർമാരെയും വിളിച്ചുകൊണ്ട് ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നത്. എന്തായാലും അതിൽ ഈ ഒരു നിലപാട് മാറ്റിയതിൽ എനിക്കത്ര യോജിപ്പൊന്നുമില്ല കേട്ടോ. കാരണം ഇത്രയും നാളും കൂടെ നിന്നിട്ട് ഒരുമാതിരി ആപ്പ് വെച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലൊരു കാര്യം കൂടി പറയുകയുണ്ടായി, ഈ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ കൂടെ ഉണ്ടാവും, ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിനോട് ചോദിക്കുകയാണ്, ആരാണ് പൂട്ടിക്കാൻ ശ്രമിക്കുന്നത്?
ആരും ഇവിടെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നില്ല. ആർക്കും താല്പര്യമില്ല ഒരു സ്ഥാപനം പൂട്ടിപ്പോകാനായിട്ട്. ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം. അതേപോലെ തന്നെ അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, അവരുടെ ഫോണ്, കാര്യങ്ങൾ ഇതൊക്കെ ലഭിക്കണം. അതെല്ലാം നിയമത്തിൻ്റെ മുന്നിലൂടെ നടക്കട്ടെ. അതിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അവിടെ ടാക്സ് വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അതിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ടാക്സ് വെട്ടിപ്പ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഫൈനടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വീഡിയോസ് അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തം വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും താങ്കളുടെ നിലപാടിൽ വന്നിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്.